ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. സർവ ഭക്തമക്കളെയും പരമാത്മാവായ നാരായണനിൽ അർപ്പിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും സമാധാനവും ഈശ്വര കൃപയും എല്ലാ സുഖങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കിന്ന് ഭഗവത്ഗീത കുറച്ച് വായിക്കാം. എല്ലാം പഠിക്കണം. കാരണം ഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണല്ലോ ഭഗവത്ഗീത ഉപദേശം ഭഗവാൻ അർജുനന് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ചത് ഭഗവാൻ പറഞ്ഞു, ഹേ അർജുന, നീ യോഗസ്ഥനായിട്ട് ഫല പ്രതീക്ഷയെ ഉപേക്ഷിച്ച് കിട്ടിയതിലും കിട്ടാത്തതിലും സമഭാവനയുള്ളവനായി കർമ്മങ്ങൾ ചെയ്യുക. എന്തെങ്കിലും നമുക്കൊക്കെ ഇപ്പം ഇന്ന ജോലിയൊന്നുമില്ല. നമുക്കൊക്കെ ഈ വന്ന കാലത്ത് അന്നത്തെ കണക്കല്ല. അന്ന് അർജുനന് യുദ്ധമാണെങ്കിൽ ഇന്ന് നമുക്ക് അങ്ങനെ ഓരോ പ്രത്യേകതയില്ല. എല്ലാവരും എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? അതുകൊണ്ട് പ്രതീക്ഷ വേണ്ട, ഫലം കിട്ടുള്ള പ്രതീക്ഷ വേണ്ട. കിട്ടുന്നതിലും കിട്ടാത്തതിലും നമുക്ക് സമഭാവന വേണം. കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമുക്ക് ദുഃഖവും വേണ്ട, കിട്ടിയെന്നും പറഞ്ഞ് സന്തോഷം വേണ്ട. ഇതെല്ലാം ഈശ്വരനാണ് നമുക്കൊക്കെ തരും. നമ്മൾ ചെയ്യുന്നത് എന്താണ്? ആഗ്രഹിക്കാതെ ചെയ്യുക. ഒരു കൊച്ചു ഉദാഹരണം ഞാൻ പറയാം. നമുക്ക് തന്നെ എപ്പോഴും നമ്മളെ വീടുകളിൽ തന്നെ ഉള്ള കാര്യം എന്ന് പറയുമ്പോൾ മക്കൾക്ക് മനസ്സിലാവും. നമ്മളിപ്പം കഷ്ടപ്പെട്ട് മക്കളെ 9 മാസമോ 10 മാസമോ ഒക്കെ ചുമന്ന് വളർത്തി, പ്രസവിച്ച് വളർത്തി വെച്ചാൽ വയറ്റിൽ വളർത്തണ്ടേ. എന്തെല്ലാം ദുഃഖ ദുരിതങ്ങളാണ് ആ സമയത്ത് അനുഭവിക്കുന്നത് അമ്മമാർ. എന്തെല്ലാമാണ്. ആഹാരം കഴിക്കാൻ പറ്റുമോ? ഛർദിലും ബഹളമോ. ഇതെല്ലാം കഴിഞ്ഞ് അതിനെ വേദനയോടുകൂടി പ്രസവിച്ചത്. അതുകൂടാതെ പിന്നെ എത്ര നാൾ അത് ഈ മൃഗങ്ങളെ കണക്കാണോ? മൃഗങ്ങൾ 4 കാലി അപ്പോഴേ എഴുന്നേറ്റ് നടക്കും. ഇവരെ എത്രമാത്രം നാൾ നമ്മളിങ്ങനെ ഒരു വർഷം മൊത്തവും കിടന്ന് തന്നെയാണല്ലോ മലമൂത്രങ്ങൾ ഇതെല്ലാം ചെയ്തും കുളിപ്പിച്ച് എല്ലാം വളർത്തിയെടുത്തു. എന്തെങ്കിലും ആഗ്രഹം വേണോ? വേണ്ട. അതാണ് ഞാൻ പറയുന്നത്. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ചിന്തിച്ചെടുത്താൽ മതി. ചിലരങ്ങനെ ഈ കൊച്ചിനെ നന്നായി വളർത്തി അതിനെ പഠിപ്പിച്ച് എല്ലാം ആയി അതിനെ ഇന്ന പോലെ അല്ലെ ഇന്ന ജോലി ആദ്യമേ പ്രസവിക്കാൻ മുമ്പ് ഗർഭിണിയാകുമ്പോഴേ ചിന്തിക്കും. അതല്ലെങ്കിൽ ഗർഭിണിയാകും മുമ്പേ തന്നെ വിചാരിക്കും ഒരു കുഞ്ഞ് ജനിക്കണം, അത് ഇന്നതുപോലെ ആക്കി. ഇതൊക്കെയാണ് ഇന്നത്തെ ആഗ്രഹങ്ങൾ. അത് പാടില്ല. നമ്മൾ ഒന്നും ആഗ്രഹിക്കണം. നമ്മൾ ചെയ്ത കർമ്മങ്ങളെ ഫലം നമ്മൾ കർമ്മം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഇവിടെ ജനിച്ചു പോയില്ലേ, ഈ കർമ്മങ്ങൾ ചെയ്തല്ലേ പറ്റൂ. ഒരാഗ്രഹവും വേണ്ട. അവരെ ഇന്ന ഡോക്ടറാക്കണമെന്നോ എഞ്ചിനീയറാക്കണമെന്നോ അധ്യാപികയാക്കണമെന്നോ അധ്യാപകനാക്കണമെന്നോ ഒന്നും വേണ്ട. നമ്മളെ വയസ്സുകാലത്ത് അവർ നോക്കുമെന്നുള്ള പ്രതീക്ഷയും വേണ്ട. ഇന്ന് എന്താണ് ഈ പ്രതീക്ഷ കിടക്കുന്നതുകൊണ്ടാണ് ഇത്ര സങ്കടം വരുന്നത്. അച്ഛനെയും അമ്മയായിട്ട് നോക്കത്തുമില്ല. പ്രതീക്ഷിച്ച് കിടന്നത് കാരണം ദുഃഖം ദുരിതം വിഷമവും കൂടും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ അത് പറഞ്ഞത്. ഇനിയുള്ള തലമുറയെങ്കിലും ഇത് മനസ്സിലാക്കുക. ഒരു ഫലവും ആഗ്രഹിക്കേണ്ട. നമുക്ക് അവരെ വളർത്തി വിടുന്ന, അവരെ നന്നാക്കി പഠിപ്പിക്കുക, വളർത്തുക, ഇതൊക്കെ നമ്മളെ കർമ്മങ്ങൾ, നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളാണത്. അവർ ചെയ്യേണ്ട കർമ്മങ്ങൾ അവരാ ചെയ്യേണ്ടത്. നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല ചെയ്യേണ്ടത്. നമ്മളിതെല്ലാം എന്തൊക്കെയാ അന്നന്ന് ചെയ്യേണ്ട കർമ്മങ്ങൾ, അവരെ ആഹാരം കൊടുക്കുക, ഊട്ടി കുളിപ്പിക്കുക, എന്തെല്ലാം ചെയ്യുക, ഇതെല്ലാം ചെയ്ത് വിടുക, വളർത്തി വിടുക, നന്നായി പഠിപ്പിച്ച് വിടുക. എവിടെ വിടുക? നമ്മുടെ മനസ്സിൽ നിന്ന് വിടുക. അന്നന്ന് കർമ്മങ്ങൾ ചെയ്യുക. പിടിച്ച് മനസ്സിലോട്ട് എൻ്റെ കൊച്ചിന് ഇന്ന് ഇതൊക്കെ ചെയ്ത് വളർത്തിയെടുക്കുക, നാളെ എനിക്ക് എന്നെ സഹായിക്കാനാ, വയസ്സുകാലത്ത് വടിവൂന്ന് നടക്കുന്നതിന് എനിക്ക് എൻ്റെ മോനോ മോളോ എന്നെ താങ്ങിക്കൊള്ളും. ഈ ചിന്ത ആണ് ആഗ്രഹം. ഇത് വേണ്ട. ഇതാണ്. അപ്പം മനസ്സിലാവും എന്ത് കർമ്മമായാലും ഇങ്ങനെയാണെന്ന്. പിന്നെ ഇതിനെല്ലാം ഫലം ആര് തരും? നമ്മൾ ആഗ്രഹിക്കൊന്നും വേണ്ട. പക്ഷെ ഇതിനെല്ലാം കർമ്മത്തിന് ഫലമുണ്ട്. അത് ഭഗവാനാ തരുന്നത്. ചിലപ്പോൾ അവരെ കൊണ്ട് നോക്കിച്ചെന്ന് വരും, ചിലപ്പോൾ നോക്കിച്ചില്ലാന്ന് വരും. നമുക്ക് രണ്ടിലും സമഭാവന. അർജുന, നീ യോഗസ്ഥനായിട്ട് ഫല പ്രതീക്ഷയെ ഉപേക്ഷിച്ച് കിട്ടിയതിലും കിട്ടാത്തതിലും സമഭാവന ഉള്ളവനായി കർമ്മങ്ങൾ ചെയ്യുക. നമ്മളെ നോക്കിയെന്ന് കരുതി നമുക്ക് സന്തോഷവും വേണ്ട, നോക്കിയില്ല എന്നും പറഞ്ഞ് നമുക്ക് ദുഃഖവും വേണ്ട. രണ്ടിലും സമഭാവന. എന്താ കാരണം? നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ. നമ്മളിങ്ങനെ തന്നെ പ്രതീക്ഷിച്ചാൽ വളർത്തിയേക്കുന്ന. എന്നെ നോക്കിയില്ല. നമ്മൾ ചെയ്യേണ്ട ജോലി ചെയ്തു വിടുന്നത്, നമുക്കുള്ള കർമ്മം നമ്മൾ നിറവേറ്റുന്നത്. നമ്മളവിടെ കർമ്മം ഭംഗം വരുത്തിക്കൂടാ. നമ്മൾ ചെയ്യേണ്ട കർമ്മം ചെയ്യാൻ തന്നെ വേണം. കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതുപോലെ നമ്മൾ ചെയ്യുന്ന കർമ്മം കണ്ട് പഠിച്ച ആ മക്കൾ അവർക്കുള്ള പ്രവൃത്തി അവർ ചെയ്യും. വേണമെങ്കിൽ വേണ്ടേ? നമുക്ക് യോഗമില്ലെന്ന് കണ്ടാൽ മതി.
ആഗ്രഹിച്ചാൽ എന്തുവരും ദുഃഖം ഉണ്ടാകും. ആഗ്രഹിച്ചിട്ട് അത് നടന്നില്ലെങ്കിൽ നമുക്ക് ദേഷ്യവും അത് കാരണം ക്രോധവും പിന്നെ മക്കളെ കണ്ടുണ്ടാകും. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളായിട്ട് വരും. അതുകൊണ്ടാണ് ഭഗവാൻ ഇത് നേരത്തെ കൂട്ടി പറയുന്നത്, നീ ഫലത്തിന് വേണ്ടി ഒന്നും ചെയ്യണ്ട, നീ യോഗസ്ഥനായിട്ട്, അത് നമുക്ക് ഇത് പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന യോഗം, ഒരു ഫലം ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യുന്നതിനാണ് ഇത് യോഗസ്ഥൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫലം സിദ്ധിക്കുന്നതിലും സിദ്ധിക്കാത്തതിലും സമത്വബോധമാണ് ദ്വന്ദ്വ അതീത തത്വം. ഇതാണ് ഇവിടെ യോഗമെന്ന് പറയപ്പെടുന്നത്. അപ്പം നമ്മളൊരു യോഗിയാവുക. ഒരു യോഗം എന്ന് പറയുന്നത് എന്താ? ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുക. അപ്പോൾ നമുക്ക് ചെയ്തില്ലെന്ന് വെച്ചോ ചെയ്തെന്ന് വെച്ചോ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? അവിടെ സമബുദ്ധി അല്ലേ, നമുക്ക് സമത്വം അല്ലേ ഉള്ളത്. അപ്പോൾ അവിടെ വിഷമോ സന്തോഷമോ വരേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ടാണ് അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതാണ് വായിച്ചു നിർത്തിയത്. അതുകൊണ്ട് കർമ്മം ചെയ്താൽ മതി. ഫലം ആരാ തരുന്നത്? ഈശ്വരനാ തരുന്നത്. നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിലും നമ്മുടെ കർമ്മത്തിനൊരു ഫലമുണ്ട്. അത് ഭഗവാൻ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വഴി പോലെ വേണ്ടുന്നത് വേണ്ട സമയത്ത് ചെയ്യാനാണ് ഈശ്വരൻ നിൽക്കുന്നത് ലോകത്ത്. നമുക്കെല്ലാവർക്കും വായും വയറും ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഭഗവാൻ അതിന് എങ്ങനെ പോകണമെന്ന് ഭഗവാൻ അവിടെ തീരുമാനിക്കും. അത് മക്കളെ കൊണ്ടാണോ നമ്മളെ ജീവിതം മുമ്പോട്ട് പോകണമെന്ന് ഭഗവാനാണ് തീരുമാനിക്കുന്നത്. ഇവിടെ മക്കളും അല്ല, നമ്മൾ ആരും അതിന് ആളല്ല. നമുക്ക് ഒന്നും ആഗ്രഹിക്കേണ്ട, ഈശ്വരനെ അങ്ങ് വിട്ടുകൊടുക്കുക. ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം നമ്മൾ ചെയ്തേ പറ്റൂ. അവിടെ വെറുതെ മടിച്ചിരുന്നാൽ പറ്റില്ല. കാരണം ഈ ലോകത്ത് കർമ്മം ചെയ്യാൻ എല്ലാവരും മടി പിടിച്ചാൽ പിന്നെ ഈ ലോകം എങ്ങനെ മുമ്പോട്ട് പോകും? പിന്നെ പ്രസവിക്കാതിരുന്ന ഇവിടെ സന്തതികൾ ഉണ്ടാവത്തില്ല. അവർ പ്രസവിച്ചാൽ പിന്നെ അതിൻ്റെ ബാക്കി കർമ്മങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ. അപ്പോൾ പ്രസവിക്കാതിരുന്ന എല്ലാവരും അങ്ങനെ പ്രസവിക്കാതിരുന്ന ഇവിടെ ലോകം നിന്ന് പോകത്തില്ലേ? അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ ഓരോന്നും, വസ്ത്രം ഉടുക്കണമെങ്കിൽ തയ്യക്കാർ വേണം, വസ്ത്രം ഉണ്ടാക്കാൻ നെയ്ത്തുകാർ വേണം. ഇങ്ങനെ ഓരോരോ കർമ്മങ്ങൾ ഓരോ മനുഷ്യർക്കും ആഹാരത്തിന് വേണ്ടുന്നത് മറ്റ് അന്യ സംസ്ഥാനത്തിൽ നിന്നാലും എവിടെ നിന്നാലും നമുക്ക് വേണം. ഇപ്പം അതുകൊണ്ട് കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റൂ? കർമ്മം ചെയ്തേ പറ്റൂ. പക്ഷെ നമ്മുടെ മനസ്സിൽ അതിൻ്റെ ഫലം ഇന്നത് കിട്ടും എന്നുള്ള ചിന്ത വേണ്ട എന്നാ ഭഗവാൻ പറയുന്നത്. എല്ലാവരുടെയും കാര്യം എല്ലാവരും ഇങ്ങനെ ചെയ്താൽ നല്ലതാണ്. എല്ലാവർക്കും സന്തോഷമായിട്ട് ജീവിക്കാം. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിച്ചത് കിട്ടാതിരിക്കുമ്പോഴാണ് നമുക്കെന്നല്ല ചെറുപ്പക്കാർക്കൊക്കെയാണ് ഇന്ന് അതിനുവേണ്ടി ക്രോധം. ഇന്ന് എല്ലായിടും അമ്മമാരെയൊക്കെ വളർത്തുന്ന അമ്മയൊക്കെ എന്താ വെട്ടിക്കൊല്ലുന്നത്? അവർക്ക് കിട്ടേണ്ടത് കിട്ടുന്നില്ല. എല്ലായിടവും മുട്ടുമ്പം അമ്മയടുത്ത് ചോദിക്കും, അമ്മയുടെ ഇല്ലെങ്കിൽ കൊല്ലുക. അതാണ് അതെന്താ? ആഗ്രഹം വച്ച് നടന്നാൽ അത് കിട്ടാതെ വരുമ്പോഴാണ് ക്രോധം വർദ്ധിച്ചിട്ട് അവിടെ എല്ലാം നടക്കുന്നത്. ഭ്രമമുണ്ടായി അത് ഭ്രാന്ത് പിടിച്ച് നടക്കും. അതുകൊണ്ടാണ് ഭഗവാൻ ഇത് എല്ലാവർക്കും ഗുണത്തിന് വേണ്ടിയാണ് ഇത് പറയുന്നത്. അല്ലാതെ മറ്റൊന്ന് ഭഗവാൻ ഒരു നേട്ടവും ഇല്ല. നമുക്ക് നന്നായി ജീവിക്കാനും സമാധാനത്തിൽ ജീവിക്കാനും ഭഗവാൻ ദുഃഖമുണ്ട്. ഭഗവാന്റെ മക്കളാണ് നമ്മൾ സന്തോഷവാനുമായിട്ട് ജീവിച്ചു പോകാൻ ഭഗവാൻ ആഗ്രഹം. എനിക്കും അങ്ങനെ ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. അല്ലെങ്കിൽ എനിക്ക് വെറുതെ ഇരുന്നൂടെ? അപ്പോൾ എൻ്റെയും ഒരു കർമ്മമായത്. നിങ്ങൾക്കിത് പറഞ്ഞു തന്നില്ലെങ്കിൽ കഷ്ടമല്ലേ? ഒക്കുന്നവരൊപ്പിച്ചെടുക്കുക. എന്താ, നമുക്ക് സമാധാനത്തിൽ ജീവിച്ചു പോകണം. ആരും തന്നില്ല എന്ന് കരുതി നമ്മുടെ ഈശ്വരൻ പട്ടിണി കിടത്തില്ല. നമ്മുടെ പിതാവാണ് ഈശ്വരൻ. ഈശ്വരൻ നമ്മളെ നോക്കാതെ പിന്നെ ആര് നോക്കും? അതുകൊണ്ട് നമുക്ക് അടുത്ത 49ാമത്തെ ശ്ലോകം വായിക്കാം. ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗ ധനഞ്ജയ ബുദ്ധോ ശരണമന്വിച്ച കൃപണ ഫലഹേതവ. അല്ലയോ അർജുന, ഭഗവാൻ പറയുന്നു, അർജുന, ബുദ്ധിയോഗത്തിൽ നിന്ന്, അതായത് സമത്വ ബുദ്ധിയിൽ നിന്ന്, സമത്വ ബുദ്ധി വെച്ചാൽ കിട്ടാത്തതിലും കിട്ടിയെന്ന് കരുതിയും കിട്ടിയില്ലെന്ന് കരുതിയും അവർക്ക് യാതൊരു അലുക്കുലുക്കവും ഇല്ല. ഒരേ സമത്വ ബുദ്ധി. അയ്യോ കിട്ടിയില്ലല്ലോ എന്നുള്ള സങ്കടവും ഇല്ല, കിട്ടിയല്ലോ എന്നുള്ള സന്തോഷവും ഇല്ല. രണ്ടിലും സമബുദ്ധി. അതാണ് ഇവിടെ ബുദ്ധിയോഗത്തിൽ നിന്ന് ചെയ്യുന്ന കർമ്മത്തേക്കാൾ. അപ്പോൾ നമ്മൾ സമത്വ ബുദ്ധിയായിട്ട് ചെയ്യണം. ആഗ്രഹിക്കണ്ട. അങ്ങനെ ചെയ്യുന്ന കർമ്മത്തേക്കാൾ വളരെ നിന്ദ്യമാകുന്നു ഫലകാമന യോഗം ചെയ്യുന്ന കർമ്മങ്ങൾ. ഫലം ആഗ്രഹിച്ച് ഫലകാമന യോഗം, ഫലത്തെ അത്രമാത്രം ആഗ്രഹിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ നിന്ദ്യമാകുന്നു. അതുകൊണ്ട് സമത്വ ബുദ്ധിയിലെ രക്ഷയെ നീ ആശ്രയിച്ചു കൊള്ളുക. ഒരു നല്ലവനായിട്ട് നമ്മൾ കൂടെ ജീവിക്കണം. ഒരു സാത്വികനായും ഒരു നന്മ നിറഞ്ഞൊരു മനുഷ്യനായിട്ട് ഇവിടെ ജീവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇരുകാലി മൃഗങ്ങളെ പോലെ ആയിപ്പോൾ ഒരു സമത്വ ബുദ്ധി എന്താ അത് പറയുന്നത്? വളരെ നിന്ദ്യമാണ് ഒരു മനുഷ്യന് ഫലകാമന യോഗം ചെയ്യുന്ന കർമ്മങ്ങൾ. എന്തും ചെയ്തിട്ട്
യഥാർത്ഥ യഥാർത്ഥ ഫലവും അല്ല, അതിനേക്കാൾ ഉപരിയാണ് ഈ ഫല കാമനയോഗം എന്ന് പറയുന്നത്. അത്രമാത്രം നിന്ദ്യമാണത്. ഇന്ന് ഒരുപാട് പേര് അങ്ങനെയാ, കൂലിക്ക് വേണ്ടി ഇങ്ങ് പിണക്കമാണ് ഓരോന്നും ചേട്ട്. അല്ലെങ്കിൽ പിന്നെ അല്ലാത്ത നമ്മളെ വീടുകളിൽ തന്നെ ഭർത്താവും ഭാര്യയും അല്ലെങ്കിൽ മക്കളും ഇങ്ങനെയൊക്കെ വീടുകളിൽ തന്നെ പിണക്കമാണ്. ഭർത്താവ് 10 രൂപ ചിലവാക്കുമ്പോൾ ഉടനെ പറയും ഭാര്യയും 10 രൂപ ചിലവാക്കും. ഇങ്ങനെയുണ്ട്. ഇങ്ങനെയൊക്കെ പല രീതികളിലാണ് ഓരോ. എന്നിട്ട് വീടുകളിൽ ഇത്ര ചിലവാക്കണം, അങ്ങനെയുള്ള എല്ലാ രീതിയിലും ചില വീടുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഓരോ കാര്യം നോക്കുമ്പോൾ വളരെ നിന്ദ്യമായ രീതിയിലാണ്, വളരെ നിന്ദ്യമാകുന്ന ഈ ഫല കാമന യോഗം ചെയ്യുന്ന കർമ്മങ്ങൾ. അതുകൊണ്ട് സമത്വ ബുദ്ധിയിലെ രക്ഷയെ നീ ആശ്രയിച്ചു കൊള്ളുക. അപ്പോൾ നമ്മൾ സമത്വ ബുദ്ധിയിലെ അതാണ്, കിട്ടിയെന്ന് കരുതിയും കിട്ടിയില്ല എന്ന് കരുതിയും നമുക്ക് ഒരേ മനസ്സ് മതി. സമത്വ ബുദ്ധി അങ്ങനെ വേണം. അതുകൊണ്ട് സമത്വ ബുദ്ധിയിലെ രക്ഷയെ നീ ആശ്രയിച്ചു കൊള്ളുക. അതുകൊണ്ട് നീ ഫലം ആഗ്രഹിക്കേണ്ട. നിനക്ക് കിട്ടുന്നെങ്കിൽ നീ സന്തോഷം. അങ്ങനെ കിട്ടിയെന്ന് പറയും, കിട്ടിയല്ലോ സന്തോഷമല്ല, കിട്ടിയ വാങ്ങുക, പിന്നെ കിട്ടിയില്ലേ വിഷമിക്കണ്ട. അതുകൊണ്ട് പറഞ്ഞതാ. അതുകൊണ്ട് സമത്വ ബുദ്ധിയെ രക്ഷയെ നീ ആശ്രയിച്ചു കൊള്ളുക. കാമനയോടെ കർമ്മം ചെയ്ത ഫലത്തിന് ഹേതുവായി തീരുന്നവർ ആരാകുന്നു? കൃപണന്മാരാകുന്നു. അപ്പം കാമനയോടെ കർമ്മം ചെയ്യുന്നു. ഇന്ന് എന്തും ഒരു മക്കൾ പോലും വീടുകളിൽ ജോലി ചെയ്യണമെങ്കിൽ എനിക്ക് ഇത്ര കൂലി കിട്ടണം, ഇന്ന ജോലി ഞാൻ ചെയ്യാം എന്ന് പറയും. മക്കൾ പോലും വീടുകളിൽ കൂലിക്ക് ചെയ്യുന്നവരുണ്ട്. അവിടെയും അങ്ങനെയാ, ഒരു ഫലത്തിന് വേണ്ടിയുള്ളൊരു സ്നേഹം. ഫലമില്ലയോ പിന്നെ പിറ്റേന്നില്ല, കാണേ വേണ്ട. അങ്ങനെയൊന്നും ഒരുപാട് വേണ്ട. ഒരു സഹായം പോലും ആരും ഇന്ന് ഒരു സഹായം എല്ലാവരുടെയും കാര്യമല്ല, ഒരുപാട് നന്മ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഇന്ന് അനേകരിങ്ങനെയാ, കാമനയോടെ കർമ്മം ചെയ്ത് ഫലത്തിന് ഹേതുവായി തീരുന്നവർ കൃപണന്മാരാകുന്നു. നമുക്ക് നേരെ കിട്ടുന്നത് നമുക്ക് വേണ്ടെന്ന് പറയണ്ട, അത് കിട്ടുന്നത് നമുക്ക് ഉൾക്കൊള്ളാം. അല്ലാതെ ഒരാളൊന്ന് ഒരു സഹായം നമ്മൾ ചെയ്ത് അവന് തന്നില്ലെന്ന് വെച്ചാൽ അവിടെ വിഷമിക്കേണ്ട കാര്യമില്ലെന്നാണ് പറയുന്നത്. അവിടെ യാതൊരു മനസ്സിന് വിഷമം ഉണ്ടാക്കരുത്. അവിടെ തരുന്നത് തന്നുമ്പോൾ നമുക്ക് ഒരാൾ ഒരു കാര്യം തന്നാൽ എത്രമാത്രം സന്തോഷമൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതുപോലെ ആ സമത്വം തന്നെ കിട്ടിയില്ലെങ്കിലും വേണം. ഒരുപോലെ തന്നെ മനസ്സ് വേണം. അല്ലാതെ എനിക്ക് തന്നില്ല അല്ലെങ്കിൽ തന്നു ഇങ്ങനെ ഒന്നും വേണ്ട എന്നവിടെ നേരെ കൊണ്ട് തരുന്നതൊന്നും നമുക്ക് വേണ്ടെന്ന് വെക്കണ്ട. അത് ഈശ്വരൻ തരുന്നത് തന്നെയാണ്. പക്ഷെ മനസ്സിൽ ഇതൊന്നും വേണ്ട. ഇപ്പം മക്കൾ നമ്മളെ ചെയ്യും, നമുക്ക് മക്കൾ നോക്കുക എന്നിട്ട് നമ്മളെ മക്കളെ വളർത്തുന്നില്ല. പക്ഷെ മക്കൾ നമുക്ക് ചെയ്തു തന്നാൽ നമുക്കത് സ്വീകരിച്ചു വിടുന്നുണ്ടോ? അത് ഈശ്വരൻ തരുന്നേ ഇല്ലേ? ഈശ്വരൻ ഫലം തരുന്നേ ഇല്ലേ? നമ്മൾ ചോദിച്ചു വാങ്ങിക്കില്ല. യഥാർത്ഥത്തിൽ അച്ഛനും അമ്മയും എത്രയോ നല്ല മക്കൾ നന്നായി ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്. കുട്ടിനാളിലെ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഇത്രയൊക്കെ ചെയ്ത് വളർത്തി പ്രസവിച്ചു കഷ്ടപ്പെട്ടു വളർത്തി എന്നെ മക്കൾ നോക്കണം എന്നുള്ള ചിന്തയോടല്ല സത്യത്തിൽ നമ്മൾ വളർത്തേണ്ടുന്നത്. മനസ്സേ വരണ്ട. പക്ഷേ എത്രയോ മാതാപിതാക്കളെ നന്നായി രക്ഷിക്കുന്ന മക്കളുണ്ട്. അതുകൊണ്ട് എനിക്ക് ഫലം വേണ്ട, നിങ്ങൾ തരണ്ട എന്ന് പറയാൻ പറ്റുമോ? അത് തെറ്റല്ലേ? അത് ഈശ്വരൻ തരുന്നതല്ലേ? നേരെ കൊണ്ട് തരുന്നതെല്ലാം നമുക്ക് സ്വീകരിക്കാമല്ലോ. മക്കൾ എന്ത് തന്നാലും നമുക്ക് ചോദിച്ച് വാങ്ങിക്കല്ലോ. മനസ്സോടുകൂടി എന്ത് തന്നാലും സന്തോഷമല്ലേ? ചോദിച്ച് വാങ്ങിക്കാൻ മക്കളെടുത്തുനിന്ന്. കാരണം നിന്നെ അങ്ങനെ വളർത്തിയില്ലയോ, ഇങ്ങനെ ചെയ്തില്ലയോ, അതുകൊണ്ട് നീ എന്നെ ചെയ്യുന്നില്ല എന്ന് പറയാൻ തെറ്റല്ലേ? അപ്പോൾ നമ്മൾ ഫലം ആഗ്രഹിച്ചെന്നല്ലേ എൻ്റെ അർത്ഥം. അതുകൊണ്ട് ഇപ്പം അമ്മമാരും അച്ഛന്മാരും മക്കൾക്കും അങ്ങനെ തന്നെയാണ്. അവർ ചോദിക്കാൻ നമ്മളെല്ലാം കൊടുക്കുന്നില്ലേ? അതൊക്കെ നമ്മുടെ കർമ്മങ്ങളല്ലേ? അതോ അവരും കർമ്മം ചെയ്യണം. അവരറിഞ്ഞ് നമുക്ക് കർമ്മം ചെയ്യണം. നമ്മൾ ചോദിച്ചൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചോദിച്ച് വാങ്ങിക്കാൻ മക്കളോട് ചോദിക്കാതെ എങ്ങനെയാണ്? ചോദിച്ചും വാങ്ങിക്കാം. പക്ഷെ അത് ഇന്ന രീതിയിൽ ഞങ്ങൾ പണ്ട് വളർത്തുന്നത് ഇതുകൊണ്ടാണ്, അന്ന് വളർത്തിയത് ഞങ്ങൾ നോക്കാൻ വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞാൽ അതവിടെ കടം കിടക്കില്ലേ? അതിനുവേണ്ടി നമുക്ക് ആ മക്കൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ പിന്നെ ജനിച്ചു വരണ്ടേ? ആ ആഗ്രഹം അവിടെ കിടക്കില്ലേ? അവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർ നേരെ ചൊവ്വേ ചെയ്ത് തരുന്നെങ്കിൽ നമുക്കത് സ്വീകരിക്കാമല്ലോ. അവിടെ ഫലം ആഗ്രഹിച്ചല്ല അത് മേടിക്കുന്നത്. സന്തോഷത്തോടെ അച്ഛനും അമ്മയാണെന്ന് കരുതി, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്കും ഒരു അച്ഛനെ പോലെ അമ്മയെ പോലെ കരുതി ആർക്കും മക്കൾക്ക് കൊടുക്കാം. സ്വന്തം അച്ഛനമ്മയെ നോക്കുന്ന പോലെ മക്കൾക്കുണ്ടെങ്കിൽ എല്ലാ അച്ഛനമ്മമാരെയും നോക്കാം. ലോകത്ത് എല്ലാവരും സഹോദരങ്ങളും എല്ലാവരും അമ്മമാരും ഒക്കെ തന്നെയാണ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാം ചെയ്യാം. അത് ഇന്നാർക്കൊന്നുമില്ല. അതുപോലെ നമുക്കും ചെയ്യാം, അത്ര മതി. അല്ലാതെ എൻ്റെ അമ്മയും അച്ഛനും ഞങ്ങൾ അച്ഛനും അമ്മയും ഞങ്ങൾക്ക് നിങ്ങൾ തന്നേ പറ്റൂ, ഞങ്ങൾ നിങ്ങളെ വളർത്തി അതിനുവേണ്ടി ഞങ്ങൾ പാടുപെട്ടത് എന്ന് പറയുമ്പോൾ അവിടെ കൂലി മനസ്സിൽ വന്നു കഴിഞ്ഞു. അത് പാടില്ല. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് അങ്ങനെയുള്ളൊരു കൃപണന്മാരാകുന്നു. അങ്ങനെ ആഗ്രഹത്തോടെ കാമനയോടെ കർമ്മം ചെയ്ത് ഫലത്തിന് ഹേതുവായി തീരുന്നവർ കൃപണന്മാരാകുന്നു. അതുകൊണ്ടാണ് അറിഞ്ഞവരാരും അറിയാത്തവരൊക്കെ ഇങ്ങനെ പറയും, ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തി, ഞാൻ എല്ലാവർക്കും കൊടുത്തു, അവന് കൊടുത്തു, മക്കൾക്ക് കൊടുത്തു, എന്നിട്ട് ഞങ്ങളിപ്പോൾ വഴുതികളെയാക്കി, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താ എൻ്റെ അർത്ഥം?
വെറും തെറ്റായ കാര്യമാണ്. അത് അത്ര അറിവില്ലായ്മ കൊണ്ടാണ്. അറിഞ്ഞവരാരും പറയത്തില്ല. കാരണം മക്കൾ എങ്ങനെയും സുഖമായി ജീവിക്കട്ടെന്നേ യഥാർത്ഥ തന്തി തള്ളയും വിചാരിക്കത്തുള്ളൂ. നമുക്ക് ഈശ്വരൻ ഏത് വഴിയാ തരുന്നത്, നമുക്ക് അങ്ങനെ ഈശ്വരനെല്ലാം അർപ്പിച്ചാൽ പോരെ. നമുക്കിപ്പം മക്കളായിരിക്കത്തില്ലെന്ന് വേറെ ആരെങ്കിലും ആയിരിക്കും, അത് ഈശ്വരനാ. വേറെ എങ്ങനെയായാലും നമുക്കും പട്ടിണിയൊന്നും ഇടത്തില്ല. വായും വയറും ഭഗവാനാണ് തന്നിട്ടുള്ളെങ്കിൽ അവിടെ ഈ എന്തോ പറയാ, മൃഗങ്ങളൊക്കെ എങ്ങനെ വളരുന്നു, പിന്നെന്തോ വയലിലെ താമരകൾ എങ്ങനെ വളരുന്നു, സസ്യങ്ങൾ. കാക്കകളെ നോക്കിയിടുവൻ വിതയ്ക്കുന്നില്ല, കൊയ്തു കളപ്പുരയൊന്നും നിറയ്ക്കുന്നില്ല, വയലിലെ താമരകൾ വളരുന്നല്ലോ എന്നും വാനിലെ പറവകൾ പുലരുന്നല്ലോ. വാനിലെ പറവകൾ എല്ലാം അവർക്കും വേണ്ടത് ഈശ്വരൻ കൊടുക്കുന്നു. വയലിൽ ഈ തറകളിലേക്ക് താമരകൾ, ഈ ചെടികളെല്ലാം വളരുന്നു. നമ്മൾ നട്ടു വളർത്തുന്നതിനേക്കാൾ എത്ര ശക്തിയോടുകൂടിയാണ് നടാത്ത ഈ പുല്ലുകൾ വളരുന്നത്, താമരകൾ എന്നുവെച്ചാൽ ഈ ചെടികൾ, ഈ കളച്ചെടികൾ. അതുപോലെ തന്നെ എല്ലാവർക്കും അങ്ങനെയാ, പിന്നെ ഈശ്വരൻ നോക്കിക്കൊള്ളും. അതുപോലെ തന്നെ മനുഷ്യരും അവർക്കെല്ലാം ഒപ്പം തന്നെയാണ്. മൃഗങ്ങളും പക്ഷികളും എല്ലാവരും എങ്ങനെയാണ്, അതുപോലെ തന്നെയാണ് ഭഗവാനും നമ്മൾ മനുഷ്യരും. പിന്നെ ഒത്തിരി അറിവും അങ്ങനെയൊക്കെ ഉള്ള ബോധങ്ങളൊക്കെ മനുഷ്യർക്കാണ് ഉള്ളത്. എന്നുവെച്ചെങ്കിൽ ഇന്നത്തെ മനുഷ്യരെക്കാളും നല്ലത് ഇന്നത്തെ മൃഗങ്ങളാണെന്നാണ് എനിക്ക് പറയാൻ പറ്റൂ. അത്രമാത്രം ഇതിൽ കൂടെയൊക്കെ നമ്മൾ കാണുന്നത്. അത്ര അറിവാണ് മൃഗങ്ങൾക്ക്, സ്നേഹമാണ്. ഒരു പൂച്ച ഒരു മണ്ണിൻ്റെ അടുക്കിൽ വീണപ്പോൾ ഒരു നായ കൂട്ട് സുഹൃത്താണ്. ഒരു പൂച്ചയുടെ കൂടെ കാണിക്കുന്ന ഒരു സങ്കടവും സഹിക്കാൻ വയ്യാത്ത, അങ്ങനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടി. അപ്പോൾ അതുപോലെ ഒരു മനുഷ്യനാണെങ്കിലോ കളഞ്ഞിട്ട് പോകും, ചിലരങ്ങാണേ കാണും. ഇത് മൃഗങ്ങൾക്ക് അത്രമാത്രം സ്നേഹമുണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മൾ കൃപണന്മാരാകാതിരിക്കുന്നത് നല്ലത്. നമുക്ക് നേരെ വാ. ദൈവം നമ്മളെ ആരെയും കണ്ടിട്ടല്ല ഈ ഭൂമിയിലേക്ക് നമ്മളെ അയച്ചേക്കുന്നത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ പരദേശികളെ പോലെ വന്ന് എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങൾ ചെയ്ത് ആഗ്രഹമൊന്നുമില്ലാതെ വന്ന് അന്നന്ന് കണ്ടതിനെ വാഴ്ത്തുന്ന കണക്ക് എല്ലാം കഴിഞ്ഞും ഈശ്വരനെ അറിഞ്ഞും അങ്ങ് നിൽക്കുക. നമുക്ക് വേണ്ടുന്നത് തമ്പുരാൻ തന്നോളും, എല്ലാം ഭഗവാനിൽ അർപ്പിക്കുക. അല്ലാതെ ഇന്നാരിനെ ചെയ്യും തരും ആഗ്രഹങ്ങളൊന്നും വേണ്ട. അതാണ് ഇവിടെ അർജുനോട്. ഇത് നമുക്ക് ഒരു ഗൃഹത്തിലാവുമ്പോൾ നമ്മൾ നമ്മുടേതായ ഇത് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി ഞാൻ നമ്മുടെ ഉദാഹരണം നമ്മുടെ മക്കളെ കൊണ്ട് പറഞ്ഞു ചെയ്യിച്ചു. അപ്പം മറ്റും ഇത് വേറെയും പല കാര്യങ്ങളും ഇതുപോലെ അങ്ങ് ചിന്തിച്ചാൽ മതി. നമുക്ക് 50-ാമത്തെ ശ്ലോകം വായിക്കാം. ബുദ്ധിയുക്തോ ജഹാദിഹ ഉഭേ സുഹൃത ദുഷ്കൃതേ തസ്മാദ്യോഗായ യുജ്യസ്വ യോഗ കർമ്മസു കൗശലം. സുഖദുഃഖങ്ങളിൽ സമത്വബുദ്ധിയോടുകൂടി അവൻ പുണ്യവും പാപവുമായ കർമ്മഫലങ്ങളെ ഉപേക്ഷിക്കുന്നു. അപ്പോൾ സുഖദുഃഖങ്ങളിൽ രണ്ടും, ഈ എന്താ ജയ അപജയം അല്ലെങ്കിൽ തോൽവിയും ജയം, സുഖവും ദുഃഖവും, ശീതോ ഉഷ്ണം, ഇങ്ങനെയുള്ള. അതുകൊണ്ട് സുഖത്തിലും ദുഃഖത്തിലും ഇത് രണ്ടാണ്, ദുഃഖം ഒന്ന് സുഖം ഒന്ന്. അപ്പോൾ ഈ സുഖദുഃഖങ്ങളിൽ സമത്വബുദ്ധിയോട് കൂടിയവൻ, നമുക്ക് സുഖത്തിലും നമുക്ക് ദുഃഖത്തിലും ഇത് രണ്ടും രാത്രിയും പകലും പോലെ ഉണ്ട്. കുഴിക്ക് കുന്നെന്നതുപോലെ ഇത് രണ്ടും നമുക്ക് ഉള്ളതാണ്. സുഖം കഴിഞ്ഞാൽ ഉടനെ ദുഃഖം തന്നെയാണ്. ദുഃഖം കഴിയുമ്പോൾ നമ്മൾ വിചാരിച്ചോണം, ഇനി ദുഃഖം കഴിഞ്ഞപ്പോൾ നമുക്ക് പിന്നെ സുഖമാണല്ലോ. അതുപോലെ സുഖം അങ്ങോട്ട് കഴിയുമ്പോൾ ഈ ദുഃഖം വരുന്നു. എന്താ അങ്ങനെ ഇത് കറങ്ങി വരുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള സുഖ ദുഃഖങ്ങളിൽ സമത്വ ബുദ്ധിയോട് കൂടിയവൻ, രണ്ടിലും ഒരേ മനസ്സോടു കൂടിയവൻ പുണ്യവും പാപവുമാകുന്ന കർമ്മഫലങ്ങളെ ഉപേക്ഷിക്കുന്നു. അവിടെ പുണ്യം ചെയ്താലും നമ്മൾ എന്തെല്ലാം യാഗകർമ്മങ്ങൾ ചെയ്താലും എന്തോ അല്ലെങ്കിൽ അന്നദാനം നടത്തിയാലും ഒന്നിലും നമ്മളുടെ ഫലം ആഗ്രഹിക്കുന്നില്ല. പുണ്യമാണ് ചെയ്തത്, ഒന്നും ആഗ്രഹിക്കുന്നില്ല. നമ്മൾ പാപകർമ്മങ്ങളാണ് ചെയ്തത്, അതിനും ഫലം രണ്ടിലും ഒരുപോലെയാണ്. നമുക്ക് പാപകർമ്മത്തിൻ്റെയും ഫലം വേണ്ട, അപ്പോൾ പിന്നെ പുണ്യത്തിന് ഫലം ആഗ്രഹിക്കാൻ പറ്റും. ആഗ്രഹം ഒന്നിനും വേണ്ട, ആഗ്രഹമേ പാടില്ല. ഒരു കർമ്മം ചെയ്തതിനും ഫലം ആഗ്രഹിച്ചുകൂടാ. അതുകൊണ്ട് പുണ്യം നന്മ ചെയ്യുന്നപ്പം ഇന്ന് എനിക്ക് 100 വിഷമിക്കുന്ന അന്നദാനം നടന്നു, 100 പേർക്ക് അല്ലെങ്കിൽ 1000 പേർക്ക് എനിക്കിന്ന് ആഹാരം കൊടുക്കണം. എന്തിനു വേണ്ടിയാ? സാധുക്കളുടെ വയറ് നിറയ്ക്കാൻ നമ്മൾ ചെയ്യുന്നു. അല്ലാതെ അങ്ങനെ ചെയ്താൽ അന്നദാനം മഹാദാനമല്ലയോ, എനിക്ക് അതിന് നല്ല മോഷം കിട്ടും, പുണ്യം കിട്ടും എന്ന് നമ്മുടെ മനസ്സിൽ വേണോ? വേണ്ട. അവരുടെ വിശപ്പിന് ആഹാരം കുറേ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ഇങ്ങോട്ടൊന്നും ആഗ്രഹിക്കണ്ട. ആരെ കയ്യിൽ നിന്ന് ആഗ്രഹിക്കണ്ട? ഇല്ലാത്ത ആൾക്കാർ കഴിച്ചിട്ട് പോയാൽ അവർ നമുക്കൊന്നും തിരിച്ചു തരാൻ പറ്റൂല. അവരുടെ കയ്യിൽ നിന്ന് എന്താ പിന്നെ കിട്ടുന്നത്? വേണമെങ്കിൽ നന്ദി വാക്ക്, ഒരു താങ്ക് യു, പക്ഷേ അത് നമ്മൾ പ്രതീക്ഷിക്കരുത്.
അവരുടെ നിന്ന് അതും ഒരു ഫലമാണ്. അവരുടെ ഒരു പുഞ്ചിരിയോ ഒരു ഒരു സന്തോഷ വാക്കോ അതും ഫലമാണ്. അതിൻ്റെ ആവശ്യമില്ല. അത് പുണ്യം ചെയ്ത് ഇത് കിട്ടുമ്പോൾ ആ നന്മയ്ക്ക് കാത്തിരിക്കുകയേ ചെയ്യരുത്. അത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് ഫലം ആഗ്രഹിച്ചു എന്നാണ്. അഥവാ അതുമല്ല, അങ്ങനെ ഒരു പുണ്യം ചെയ്യുമ്പോൾ എനിക്ക് ഭഗവാൻ തന്നെ എനിക്ക് നന്മ തരും, അതും വേണ്ട. ഈശ്വരൻ എന്താണെന്ന് നിശ്ചയിക്കുന്നത് ഈശ്വരൻ അറിഞ്ഞാൽ മതി. നമ്മൾ നേരെ നമുക്കത് വന്ന് അനുഭവിക്കുമ്പോൾ നമുക്ക് അനുഭവിച്ചാൽ മതി. അത് ഞാൻ ഇന്നതുപോലെ ഒരു നന്മ ചെയ്തത് എനിക്ക് ഭഗവാൻ അതിന് ഇരട്ടി നന്മ തരും എന്നൊന്നും നമ്മൾ അത് ആഗ്രഹമാണ്, അത് ഫലം ആഗ്രഹിക്കുന്നുവെന്ന് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഇതൊന്നും വേണ്ട. അതുപോലെ തന്നെ ഒരു പാപകർമ്മമാണ് ഇവിടെ ചെയ്താലോ അതിനും നമുക്ക് ഒരു പാപവും നമുക്ക് വേണ്ട. അതെന്താ വേണ്ടെന്ന് വയ്ക്കുന്നത്? പുണ്യത്തിൻ്റെ ഫലം നമുക്ക് വേണ്ട. അപ്പോൾ പിന്നെ മറ്റത് അതുപോലെ തന്നെയാണ്. മനസ്സ് രണ്ടും ഒരുപോലെ. പുണ്യത്തിലും പാപത്തിലും നമ്മുടെ മനസ്സിന് ഏറ്റക്കുറച്ചിലില്ല. നന്മ ചെയ്താലും തിന്മ ചെയ്താലും സമത്വ ബുദ്ധി അവിടെ ഉണ്ടാകുന്നത്. അല്ല, ബുദ്ധിക്ക് അവിടെ മാറ്റം വരുന്നില്ല. ഇന്നത് ഞാൻ ചെയ്തു, അത് തിന്മയായിപ്പോയി, മറ്റേ നന്മ ചെയ്തു, അത് ഗുണമാണ്, അതിനെനിക്ക് നല്ലത് കിട്ടും, ഇതിന് തിന്മ, ഇങ്ങനെ ചിന്തിക്കത്തില്ല. ഈ രണ്ടും ഒരേ കർമ്മം പോലെ നമ്മുടെ മനസ്സിലിരിക്കുന്നത്. അവിടെ ദോഷമാണെന്നും ഗുണമാണെന്നും അത് പുണ്യമാണെന്നും പാപമാണെന്നും ഈ വ്യക്തിക്ക് മനസ്സിലില്ല. അവർ എല്ലാ കർമ്മവും ചെയ്യുന്ന കൂട്ടത്തിൽ അതിൽ പാപവും സംഭവിക്കുന്നു, പുണ്യം സംഭവിക്കുന്നു. അത് മനസ്സിനകത്ത് വെച്ച് പുലർത്തുന്നില്ല. അവരെന്താണ് ചെയ്തെന്ന് ആ മനസ്സ് അവിടെ പോകുന്നില്ല. പുണ്യകർമ്മം അന്നദാനം ചെയ്ത് പുണ്യമാണ് ഇവിടെ ചെയ്തെന്നുള്ള മനസ്സിനകത്ത് വരുന്നില്ല. അവിടെ കുറച്ച് ആഹാരം ഉണ്ടാക്കി തയ്യാറാക്കി ആക്കൊക്കെ കൊടുത്തു, അവിടെ അത് പുണ്യം കിട്ടുന്നെന്നുള്ള മനസ്സ് വരുന്നില്ല. അതിനിടയ്ക്കൂടെ എന്തോ ചില പാപകർമ്മങ്ങളും ചെയ്തു, അത് നമ്മുടെ മനസ്സിലേ ഇല്ല. അപ്പോൾ പിന്നെ ആ മനസ്സിലില്ല, പിന്നെ എങ്ങനെ നമുക്ക് പാപം വരും? മനസ്സിരുത്തി ഇത് പാപമാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള മനസ്സ് വന്നെങ്കിലല്ലേ നമ്മൾ ചെയ്തെന്ന് അർത്ഥമുള്ളൂ. മനസ്സില്ലെങ്കിൽ പിന്നെ അവിടെ ആര് ചെയ്തു? അവിടെ കർമ്മം നമ്മൾ ചെയ്യുന്നില്ല. പുണ്യത്തിനും നമ്മൾ മനസ്സിനകത്ത് ഇല്ല, നമ്മൾ അങ്ങനെ കർമ്മമേ മനസ്സുകൊണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ ആ പുണ്യവും നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് സമത്വ ബുദ്ധി എന്ന് പറയുന്നത്, ആ സമത്വത്തോടുകൂടി കഴിയുമ്പോൾ അവിടെ പുണ്യം ചെയ്തെന്നോ പാപം ചെയ്തെന്നോ ഉള്ള മനസ്സോടുകൂടി അല്ല ചെയ്യുന്നത്. അവിടെ ഈശ്വരാർപ്പണമായാണ് വന്നേക്കുന്നത്. അപ്പോൾ അവിടെ ചെയ്തത് രണ്ടും അവിടെ ഈശ്വരനാണ്. പുണ്യം ചെയ്താലും പാപം ചെയ്താലും അത് ഈശ്വരനാണ്. കാരണം നമ്മുടെ മനസ്സ് ഇത് രണ്ടിലും സമത്വമായിട്ട് നിൽക്കുക, ഒന്നിലും ഏറ്റക്കുറച്ചിലില്ല. അത് ചെയ്തെന്നോ ഇത് ചെയ്തില്ലെന്നോ ഒന്നുമില്ല, അതിന് ഫലം കിട്ടിയെന്നുമില്ല, അതിലൊന്നും ചിന്തിക്കുന്നത് പോലുമില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സുഖദുഃഖങ്ങളിൽ സമത്വ ബുദ്ധിയോടുകൂടിയവൻ. അതാണ് സുഖത്തിനും ദുഃഖത്തിനും നമുക്ക് സമത്വമായിരിക്കുന്ന ബുദ്ധിയാണ്. ഇവിടെ ഇപ്പോൾ സുഖമാണെന്നുള്ള ഒരു ചിന്തയുമില്ല, ഇത്തിരി കഴിയുമ്പോൾ അവിടെ പാപം പിന്നെ എന്തോ പുണ്യമാണെന്നുള്ള ചിന്തയുമില്ല, ഒന്നുമില്ല. സുഖമാണെന്നെങ്കിലും ദുഃഖമാണെങ്കിലും എപ്പോഴും സമത്വ ബുദ്ധി. അദ്ദേഹം അറിയുന്നതേ ഇല്ല. ഇവിടെ ഇപ്പം മഴക്കാലമാണ്, ഇത്തിരി കഴിയുമ്പോൾ ഉഷ്ണമാണ്. ഇതൊന്നും ഉഷ്ണത്തിലും തണുപ്പിലും ഈ മനുഷ്യൻ ഒരേ ഭാവമാണ്. അവിടെ പുണ്യം സുഖം വന്നെന്നും ദുഃഖം വന്നെന്നും ഇല്ല, പിന്നെ ഉഷ്ണം വന്ന് ശീതം വന്നെന്നും ഇല്ല. രണ്ടിലും ഒരേ മനസ്സോടു കൂടിയവനാണ്. അതുകൊണ്ട് അങ്ങനെ ഉള്ളവൻ പുണ്യവും പാപവുമാകുന്ന കർമ്മഫലങ്ങളെ ഉപേക്ഷിക്കുന്നു. അപ്പോൾ അതിൻ്റെ ആ ഫലം അദ്ദേഹത്തിനില്ല, ഉപേക്ഷിക്കുന്നു. അതിനാൽ നീ ജ്ഞാനോപായ നിഷ്കാമകർമ്മ യോഗത്തിനായിക്കൊണ്ട് യത്നിക്കുക. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ഇതിനു വേണ്ടി നമ്മൾ എന്താ ജ്ഞാനോ ഉപായ നിഷ്കാമ കർമ്മ യോഗത്തിനായിക്കൊണ്ട് യത്നിക്കുക. എന്തെന്നാൽ കർമ്മങ്ങളിലുള്ള സാമർഥ്യ വിശേഷമാണ് യോഗമെന്ന് പറയപ്പെടുന്നത്. കർമ്മങ്ങളിലുള്ള സാമർഥ്യ വിശേഷം. നമ്മൾ ഇന്ന് സന്തോഷമായിട്ടൊക്കെ ആയിരിക്കും, നമ്മൾ എന്തൊക്കെയോ ഇന്ന് ലോകത്ത് നല്ല കൃത്യനിഷ്ഠയായിട്ടും അത്രമാത്രം ഭഗവാനോടുള്ള അർപ്പണത്തോടുകൂടി എന്തെല്ലാം നല്ല എന്താ പറയാൻ സാമർഥ്യമായിട്ട് നമ്മൾ എല്ലാ കർമ്മവും ചെയ്ത് നല്ല മിടുക്കായിട്ട് ചെയ്തു വെക്കും. അതെല്ലാം നമ്മുടെ കർമ്മമാണ്. അല്ലാതെ എനിക്കിതിനെ കൂലിയൊന്നും കിട്ടില്ല, എങ്ങനെയും കാട്ടിക്കൂട്ടിയൊക്കെ ഇതിലെ കൂടെ നടന്ന് അതിലെ കൂടെ പോവാം. ഇപ്പോൾ കുറേ പേർക്ക് അന്നം വിളമ്പുക. എനിക്കിപ്പോൾ ഇങ്ങനെ കുഞ്ഞിരുന്ന് വിളമ്പാനൊന്നും വയ്യ, ഇതിലെ കൂടെ ഒന്ന് ഒഴിഞ്ഞു മാറി എല്ലാവരും കണ്ടോട്ടെ ഞങ്ങളൊക്കെ നിൽപ്പുണ്ടെന്ന്. പക്ഷേ അത് ചെയ്യാൻ വയ്യ, മടിയാണ്. പക്ഷേ അതല്ല വേണ്ടത്. അവിടെ സാമർഥ്യത്തോടെ ഇതുപോലെ ഉദാഹരണം പറഞ്ഞാൽ ഏത് കർമ്മം ചെയ്യുമ്പോൾ നല്ല സാമർഥ്യ കഴിവോടുകൂടി അവിടെ മടുപ്പില്ലാതെ നന്നായി നല്ല എന്താ അതിന് പറയുന്നത് നല്ല ധൈര്യവും നല്ല സന്തോഷത്തോടെ ആത്മാവിൽ അറിഞ്ഞ് തന്നെ അത് ഭഗവാൻ ചെയ്യുന്നതായിട്ട് തന്നെ നന്നായി ചെയ്യണം. അതേസമയം ഇന്ന് ചിലരെങ്ങനെയാണെന്ന് പറയുമ്പോൾ എല്ലാം ചെയ്യും, എനിക്ക് ഇത്ര രൂപ കൂലി കിട്ടും ഇന്ന്, അതുകൊണ്ട് നല്ല മിടുക്കാട്ട്, അങ്ങനെ പാടില്ല. ഒരു ഫലം ആഗ്രഹിക്കാതെ തന്നെ നന്നായി മിടുക്കോടുകൂടി ചേർന്നാണ് ഭഗവാൻ പറഞ്ഞേക്കുന്നത്. അതിനാൽ നീ ജ്ഞാനോപായ നിഷ്കാമ കർമ്മയോഗത്തിനായി കൊണ്ട് യത്നിക്കുക.
എന്തെന്നാൽ കർമ്മങ്ങളിലുള്ള സാമർഥ്യ വിശേഷമാണ് യോഗമെന്ന് പറയപ്പെടുന്നത്. നമുക്ക് ഫലം വേണ്ട എന്ന് വെച്ചുകൊണ്ട് എന്തൊരു ഉളപ്പി ചെയ്തുകൂടാ. അത് നല്ല ആത്മാർത്ഥമായി തന്നെ ഒരു കർമ്മം ചെയ്യണം. അതിനൊരു ഉദാഹരണം ഞാൻ പറയട്ടെ. ഞാനിപ്പോൾ ഈ ഭഗവത്ഗീത അറിഞ്ഞുകൂടാത്തതുകൊണ്ടുള്ള വിഷമേ ഉള്ളൂ എനിക്ക്. ഞാനിത് ഉള്ളത് എങ്ങനെയെങ്കിലും അത് എൻ്റെ മക്കൾക്ക് തരണം എന്നുള്ളത് ആത്മാർത്ഥതയാണ്. അതും ഒരു കർമ്മമല്ലേ? പക്ഷെ ഫലം ആഗ്രഹിക്കുന്നില്ലല്ലോ. എൻ്റെ മനസ്സിനകത്ത് എനിക്ക് അങ്ങനെ ആഗ്രഹമില്ല, അങ്ങനെ ഒന്നും കിട്ടുമെന്ന് വിചാരിച്ചല്ല, എനിക്ക് പുണ്യം കിട്ടുമെന്ന് വിചാരിച്ചല്ല. ഇത് എല്ലാ മക്കളും അറിയണം. അത് ഉള്ളത് എനിക്കിപ്പോൾ ഇത് തെറ്റും കാണും, ഇച്ചിരിയെങ്കിലും ഉണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും അറിയാത്തവരോടൊന്ന് അറിഞ്ഞ് ഇത് ഇങ്ങനെ ആയി തീരണം എന്നുള്ളൊരു സാമർഥ്യം എന്നിലുണ്ട്. അതുകൊണ്ടാണ് അത് മനസ്സിലാക്കാൻ വേണ്ടി ഇത് പറയുന്നതാണ്. അപ്പം ഇതുപോലെ നമ്മൾ ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ഫലം ആഗ്രഹിക്കാതാണ് ചെയ്യുന്നത്. അപ്പോഴപ്പോഴെ ഉളപ്പാൻ പാടില്ല. അത് ആത്മാർത്ഥമായി തന്നെ ആ കർമ്മം നമ്മൾ ചെയ്യുന്നതാണ് ഇവിടെ. അതിനാൽ നീ ജ്ഞാനോപായ നിഷ്കാമ കർമ്മയോഗത്തിനായിക്കൊണ്ട് നീ യത്നിക്കുക. എന്നാൽ കർമ്മങ്ങളിലുള്ള സാമർഥ്യ വിശേഷമാണ് യോഗമെന്ന് പറയപ്പോൾ. അപ്പം നമ്മളൊരു യോഗമെന്ന് പറയണമെങ്കിൽ നമ്മൾ നന്നായി തന്നെ പ്രയത്നിക്കണം. ഒരു യുദ്ധത്തിന് ഒരു പട്ടാളക്കാരൻ നിന്നവിടെ ഇന്നത് ഇന്ന് യുദ്ധം ചെയ്താൽ ഇന്ന് കൂലി കിട്ടുന്നില്ല, അവിടെ ആത്മാർത്ഥത തന്നെ വേണം കർമ്മം ചെയ്യുന്നത്. യുദ്ധം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ എല്ലാ കർമ്മവും അതേ താല്പര്യത്തോട് തന്നെ ചെയ്യണം. അവിടെ താല്പര്യം കാണിക്കാതിരുന്നാൽ ഇപ്പം യുദ്ധം ചെയ്യുന്നവരെ ശത്രുക്കളോടാണല്ലോ പോരാടുന്നത്. അവിടെ ഉളപ്പ് കാണിച്ചാൽ ആരാ നശിക്കുന്നത്? ഈ ഉളപ്പ് കാണിക്കാൻ തന്നെ പോകും. കാരണം സാമർഥ്യമില്ലാതെ യുദ്ധം ചെയ്താൽ അങ്ങനെ ആയിപ്പോകും. അവരെല്ലാം ഈ പക്ഷക്കാരെല്ലാം വെടിവെച്ച് കൊന്നു തീർക്കും. അവിടെ സാമർഥ്യം കാണിക്കണ്ടേ? അതുപോലെ ആത്മാർത്ഥത എല്ലാ കർമ്മങ്ങളിലും വേണം. എന്നാലോ യാതൊന്നിനും ഫലം കിട്ടിയെന്നോ കിട്ടാതിരുന്നാലോ യാതൊരു ഭാവഭേദവും വേണ്ട, സമത്വ ബുദ്ധി മതി. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് നമ്മളെ വിളിച്ചുകൊണ്ട് പോയി ജോലി ചെയ്യുന്നു, നമ്മൾ ആത്മാർത്ഥമായി ചെയ്യും. ഒരു കർമ്മവും ഒരു ഫലവും ആഗ്രഹിക്കാതെ തന്നെ ആത്മാർത്ഥതയോട് ആ കർമ്മം ചെയ്യും. പക്ഷേ അവർ തിരിച്ചു വരാൻ നേരത്ത് അവർക്ക് ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിച്ചതിന് നമ്മൾ യഥാർത്ഥ കൂലിയേക്കാൾ അധികമായിരിക്കും ചിലപ്പോൾ തരുന്നത്. അത് നമുക്ക് വേണ്ടാന്നൊന്നും പറയേണ്ട കാര്യമില്ല. നമുക്കവിടെ സമത്വ ബുദ്ധിയാണ്. അവർ തരുന്ന കൈകെട്ടി വാങ്ങിക്കുക, എന്താ തരുന്നത് നോക്കേ പോലും വേണ്ട. അവരുടെ സന്തോഷമാണ് ചിലപ്പോൾ നമുക്ക് അധികപ്പറ്റി 2 ദിവസത്തെ കൂലിയായിരിക്കും ചിലപ്പോൾ അവർ വെച്ച് നീട്ടുന്നത്. അയ്യോ ഇത് ഇത്രയുണ്ട് അങ്ങനൊന്നും വേണ്ട. കിട്ടുന്നത് 1 ആണോ 2 ആണോ നമ്മൾ തിരക്കാറില്ലല്ലോ, കാരണം അവിടെ ആഗ്രഹിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് സന്തോഷമായിട്ട് എങ്ങനെ ആത്മാർത്ഥമായിട്ട് തന്നെ അവരോടുള്ള സ്നേഹം പ്രകടിപ്പിച്ച് തന്നെ അത് നമുക്ക് വാങ്ങിക്കുക. അത് തെറ്റില്ല, അത് ഈശ്വരൻ തരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ കൂലി ആഗ്രഹിക്കേണ്ടെന്ന് പറയും. ചിലപ്പോൾ ഒന്നും കിട്ടാതിരിക്കും. ഭഗവാൻ ചിലപ്പോൾ അതിനൂടെ വേറെ സ്ഥലത്ത് നിന്ന് ഇരട്ടി കിട്ടിച്ചെന്നിരിക്കും. അതുകൊണ്ട് രണ്ടിലും സമത്വമാണ് ഇവിടെ പറയുന്നത്. ഭഗവാനാണ് ഇതെല്ലാം തരുന്നതും ഭഗവാനായിട്ടാണ് നമ്മൾ അർപ്പണം ചെയ്താണ് കർമ്മം ചെയ്യുന്നത്. ഇത് ഈശ്വരാർപ്പണമായാണ് നമ്മൾ കർമ്മം ചെയ്യുന്നതും. അത് ഈശ്വരാർപ്പണമായി തന്നെ ഈശ്വരൻ നമുക്ക് കർമ്മത്തിൻ്റെ ഫലം ഈശ്വരൻ തരുന്നു. അത് നമുക്ക് നേരെ നമുക്ക് വാങ്ങിക്കുകയും ചെയ്യാം. അത് വേണ്ടെന്ന് വെക്കണ്ട. പക്ഷെ അവിടെ ആഗ്രഹിച്ച് ചെന്ന് ജോലി ചെയ്യണ്ട എന്നാ പറയുന്നത്. എന്താണ് നേരെ കിട്ടുന്നതെല്ലാം നമുക്ക് വാങ്ങിക്കാം, അതിന് ദോഷമല്ല. അങ്ങനെയാണല്ലോ ജീവിതം കിടക്കുന്നത്. ഈ ഫലം ആഗ്രഹിച്ച് എന്തൊന്നും ചെയ്യണ്ട. ഈ ആഗ്രഹം വരുമ്പോൾ അവിടെ തനി തുല്യമായിട്ട് തന്നെ ചിലർ ഇത്ര രൂപയല്ലേ കിട്ടുന്നത്, ഞാൻ ഇങ്ങനെയൊക്കെ ഉളപ്പിയൊക്കെ ചെയ്യാം, അത് തെറ്റല്ലേ? അവിടെ നന്നായി ചെയ്യും. ചിലപ്പോൾ അത്രമാത്രം ആത്മാർത്ഥത്തോട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് നഷ്ടമാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ ആ തോന്നൽ വരരുത്. അവിടെ ചിലപ്പം കുറച്ചായിരിക്കും നമുക്കൊരു ഓരോരോ ഫലം തരുന്നെങ്കിൽ നമ്മൾ കൈനീട്ടി വാങ്ങിച്ച് തൊഴുതുകൊണ്ട് ഇനി പോരുക. അത് ചിലപ്പോൾ കുറവാണെങ്കിലും അത് ഈശ്വരനാണ് ആ കുറവ് തന്നെന്ന് ചിന്തിക്കണം. അല്ലാതെ ആ ഉടമസ്ഥരല്ല. തരുന്നതും ദൈവമാണ്, വേടിക്കാൻ നമ്മളും ഈശ്വരനെ അർപ്പിച്ചാണ്. അപ്പം ഇത് രണ്ടും സമത്വ ബുദ്ധി എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ഒന്നിലും ഈശ്വരനല്ലാത്ത ഇല്ല. ഈശ്വരൻ തന്നെയാണ് ലോകം മൊത്തം നിറഞ്ഞിരിക്കുന്നത്. ഒരാളെ കൊണ്ട് ചെയ്യിക്കുന്നതും ചെയ്ത് കൊടുക്കുകയും എല്ലാം അതെല്ലാം ഭഗവാൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരായി തരുന്നതും ഈശ്വരൻ തന്നെയാണ്, മറ്റൊരാളിൽ കൂടി തരിക്കുന്നത്. ഇതിലെല്ലാം ഈശ്വരനാണല്ലോ വസിക്കുന്നത്. അപ്പോൾ നമ്മളായിട്ടല്ല ഇതൊന്നും ചെയ്യുന്നതും തരിയിക്കുന്നതും. അതുകൊണ്ട് ഇത് ഇങ്ങനെ വേണം മനസ്സിനകത്ത് ഇരിക്കാൻ. ആഗ്രഹം പാടില്ല. അങ്ങനെയാണ് കൃപണന്മാരെന്നാണ് അത് പറയുന്നത്. പല കാമനയോടെ ചെയ്യുന്നതിന് അത് ഹേതുവായി തീർന്ന് കൃപണന്മാരാകുന്നു. അതേസമയം നീ ജ്ഞാനോപായ നിഷ്കാമ കർമ്മ യോഗത്തിനെ കൊണ്ട് യത്നിക്കുക. എന്തെന്നാൽ കർമ്മങ്ങളിലുള്ള സാമർഥ്യ വിശേഷമാണ് യോഗമെന്ന് പറയപ്പെടും. അപ്പം നമുക്കുള്ള ഒരു യോഗം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഓരോ കർമ്മങ്ങളുണ്ട്. ഇതൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. ഇതെല്ലാം എനിക്ക് തോന്നുന്നു ഇതൊക്കെ ആയി വരാൻ ഈ പഠിക്കുന്നതൊക്കെ പുറമേ ബാഹ്യലോകത്തുള്ള ഈ BA MA ഒക്കെ നിസ്സാരാന്ന് തോന്നുന്നു. അത്രയ്ക്കാണ് ഇതെല്ലാം ആക്കിയെടുക്കാനുള്ള പ്രയത്നം. ഇങ്ങനെയെല്ലാം നമ്മൾ ആയിത്തീരണം.
ഇതെല്ലാം ആയി തീരുമ്പോഴാണ് എന്താ നമ്മൾ വേറൊന്നിനകത്ത് വായിച്ചല്ലോ, പിന്നെ യോഗവും സിദ്ധിയിലും ശ്രേഷ്ഠമായ, അതായത് അത്രമാത്രം പ്രേമത്തഴപ്പോട് ഈശ്വരനെ പ്രേമിക്കുക, ഭഗവാനെ സ്നേഹിക്കുക, തഴപ്പോട് ഇതെല്ലാം വന്ന് സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഭഗവാനിലുള്ള ആ പ്രേമത്തഴപ്പുണ്ടാകുന്നത്. ഈ കർമ്മങ്ങളെല്ലാം ഇങ്ങനെ നിവർത്തിച്ച് എല്ലാം ഈ പറയും പോലെയെല്ലാം വന്ന് തീരുമ്പോൾ നമ്മുടെ ഭക്തി വർദ്ധിച്ചിട്ട് പ്രേമം ആകുന്ന ആ ഭക്തിയും പ്രേമം വളർന്ന പ്രേമമാണ്. അത് തഴച്ച പ്രേമമാണ്. എന്താ കാരണം? ഇതെല്ലാം ഒത്തുവരുന്നൊരു യോഗിയായിത്തീരും. ഒരു യോഗം എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ, ഈ കർമ്മങ്ങളെല്ലാം ഒത്തുവരുന്ന ഒരു മനുഷ്യനാണ് ഒരു വിദ്വാന്. അത്രമാത്രം പരമാത്മാവിനോട് പ്രേമം വർദ്ധിച്ച് ഉള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അതിനും മേലേ ഉള്ളൊരു പ്രേമമാണ്. സ്നേഹത്തിനേക്കാളും കൂടിയതാണ് പ്രേമം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഭഗവാനും ആഗ്രഹിക്കുന്നത്. നമ്മളിൽ നിന്നെല്ലാം ഭക്തിയും പ്രേമവും. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.